തുടങ്ങിക്കാം. ഓക്കെ. എൻ്റെ പേര് റോയ് മാത്യു. ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് കുന്നക്കുടി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു കർഷകനാണ്. ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെറുപ്പം മുതലേ 30 വയസ്സ് മുതൽ എനിക്ക് പ്രമേഹം എന്ന രോഗം ഉണ്ടായി. ഞാൻ ഒട്ടേറെ ആയുർവേദം, അലോപ്പതി, ഹോമിയോ ഈ മരുന്നുകളെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. ഞാൻ വേദലിക്സ് കോംബോ പാക്ക് മരുന്ന്, ആ ഔഷധം എൻ്റെ ഒരു ബന്ധു മുഖേന എനിക്ക് അതിനെപ്പറ്റി അറിവ് കിട്ടുകയും ഞാനത് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തു. അത് ഉപയോഗിച്ച നാൾ മുതൽ എനിക്ക് വളരെ ശാരീരികമായി ഒത്തിരി വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. അതിൻ്റെ ക്ലാസ്സുകൾ തന്നത് തോമസ് കുട്ടി സാറും അതുപോലെ SM രാജു സാറിൻ്റെ ഒക്കെ ഒരു അഡ്വൈസ് എൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അവർക്ക് വളരെ നന്ദി അർപ്പിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറയുന്ന അത് അതിശയോക്തിയായിരിക്കും, എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഷുഗർ ലെവൽ ഇപ്പോൾ വളരെ താഴ്ന്ന് എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നു. പക്ഷെ മരുന്നത് ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ 32, 28, 22 വരെ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഷുഗർ ലെവല്, ഞാൻ എടുക്കുന്ന ഇൻസുലിൻ 16, ചിലപ്പോൾ 14, അതനുസരിച്ച് 12 ഇങ്ങനെയൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ വളരെ ആരോഗ്യം തോന്നുന്ന ഒരു മനസ്സും ശരീരവും ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ക്രിയാറ്റിൻ ലെവല്, എനിക്ക് കിഡ്നി സ്റ്റോൺ എന്നൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ക്രിയാറ്റിൻ ലെവല് 6 ആയിരുന്നു. ഇപ്പോൾ അത് 1.3 നിൽക്കുകയാണ്. ഞാൻ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിലായിരുന്നു അതിനുവേണ്ടി ചികിത്സിക്കാൻ പോയിരുന്നത്. പക്ഷേ അവിടെ ചികിത്സിക്കേണ്ടി വന്നില്ല. എൻ്റെ എല്ലാം നോർമലായി കഴിഞ്ഞു. ക്രിയാറ്റിൻ്റെ നോർമലായിട്ടുണ്ട്, ഷുഗർ നോർമലായിട്ടുണ്ട്, പ്രഷർ നോർമലാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സാധനം ഞാൻ ഉപയോഗിച്ചിട്ട് ഏതാണ്ട് 4-5 മാസമായി. 4 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ 4 മാസം ഞാൻ മരുന്ന് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് 1 മാസം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വേദ എലിക്സർ കമ്പനിയോട്, അവരുടെ പ്രോഡക്റ്റിനോടും വളരെ നന്ദി അർപ്പിക്കാൻ ഒരിക്കൽ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്.